ഹലോ അനിമേ ലവേഴ്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് ഡീമൺ സ്ലെയർ സീസൺ 4ലെ രണ്ടാമത്തെ എപ്പിസോഡാണ്. സോ നിങ്ങൾ ഇതിനു മുൻപുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർഡിലും ലിങ്ക് കൊടുക്കാം, പെട്ടെന്ന് പോയിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇന്നത്തെ എപ്പിസോഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് ആയിട്ട് ആൻസർ പറയുന്നവരിൽ നിന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും ഒരു 4 പേരെ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യും. അതുകൊണ്ട് എല്ലാവരും വീഡിയോ മാക്സിമം കണ്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി അതിന് കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ മാസ്റ്റർ ഉബുയാഷിക്ക് ലേഡി ടമായുടെ അടുത്തേക്ക് അയച്ച കാസുഗായി കാക്ക തിരിച്ചു പറന്നു പോകുന്നു. അതേ സമയത്താണ് താഴത്ത് നടന്ന കാര്യം അറിഞ്ഞ് യൂഷിരോ താഴത്തേക്ക് ഓടി വരുന്നത്. ലേഡി ടമായോ, നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് ഇവിടുന്ന് പോകാനുള്ളതെല്ലാം റെഡിയാണ് എന്നൊക്കെ യൂഷിരോ പറയുന്നു. അതിന് ടമായോ, ഇനി അതിന്റെ ആവശ്യമില്ല, ഇപ്പോൾ നെസുഗോയ്ക്ക് സൂര്യപ്രകാശത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയുന്നതുകൊണ്ട് എന്തോ വലുത് നടക്കാൻ പോകുന്നുണ്ട്. ഹേ അല്ല, ഇതൊക്കെ തുടങ്ങിയത് അന്നത്തെ സംഭവത്തിന് ശേഷമാണ് എന്നിങ്ങനെ പറയുന്ന ടമായോയ്ക്ക് പഴയ കുറച്ച് ഓർമ്മകൾ വരും. മൂസാന്റെ അടുത്ത് ടമായ നിൽക്കുന്ന ഒരു സമയം അവരുടെ തൊട്ടടുത്തായിട്ട് യൊരിച്ചി നിൽക്കുന്നുണ്ട്. ആദ്യമായിട്ട് ടമായ ടാൻജിറോയെ കണ്ട സമയത്ത് അവൾക്ക് അവനെ യൊരിച്ചിയെ പോലെയാണ് തോന്നിയത്. ഈ കാര്യങ്ങളൊക്കെ ഓർക്കുന്ന ടമായോ യുഷിരയോട് പറയും, നീ പറഞ്ഞതുപോലെ നമ്മൾ ഇവിടുന്ന് പോവാണ്, പക്ഷെ എന്നും ചെയ്യുന്നത് പോലെയല്ല. ആദ്യം ഞാൻ ചെയ്ത റിസർച്ചിന്റെ റിസൾട്ട് ഒക്കെ ശരിയാക്കാനുണ്ട്, അതിനുവേണ്ടി നീയും സഹായിക്കണം. അതിനുശേഷം നമ്മൾ ഡീമൺ സ്ലെയർ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് പോകുന്നത്, മാസ്റ്റർ കഗായ ഉബുയോഷിക്കയുടെ സ്ഥലത്തേക്ക്. അതിനുശേഷം കാണിക്കുന്നത് മാസ്റ്റർ ഉബുയോഷിക്കയുടെ ലെറ്റർ വായിച്ചുകൊണ്ടിരിക്കുന്ന ടാൻജിറോയാണ്. ടാൻജിറോ, നിനക്ക് എങ്ങനെയുണ്ട്? എന്തൊരു കഷ്ടമാണ്, എനിക്ക് ഇവിടുന്ന് അനങ്ങാൻ പോലും കഴിയുന്നില്ല. എനിക്ക് ഗീവിനോട് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് കഴിയില്ല. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമയമാണ്, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സമയം. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി ഗീവിനോടൊന്ന് സംസാരിക്കണം. എനിക്ക് തോന്നുന്നു കാര്യങ്ങൾ പതിയെ പറഞ്ഞാൽ അവന് മനസ്സിലാവും. ഇങ്ങനെയൊക്കെ മാസ്റ്ററിന്റെ ഈ ലെറ്റർ വായിക്കുന്ന ടാൻജിറോ ഗീവിനോട് സംസാരിക്കാൻ തീരുമാനിച്ചു. ശേഷം രാവിലെ ടാൻജിറോ ഗീവിനോട് സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന്റെ ഒരു കാല് ഡാമേജ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വടി കുത്തിപ്പിടിച്ചിട്ടാണ് ടാൻജിറോ പോകുന്നത്. ഇപ്പോൾ ടാൻജിറോയെ കാണുന്ന ആവി, ടാൻജിറോ, നീ ഈ രാവിലെ വടിയും കുത്തിപ്പിടിച്ചിട്ട് എങ്ങോട്ടാ പോകുന്നത്? നീ ഇനി ഹാഷിരകളുടെ കൂടെ ട്രെയിനിങ് ചെയ്യാനാണോ പോകുന്നത്? അതിന് ടാൻജിറോ, ഹേ അല്ല, അതിനു മുൻപ് എനിക്ക് ഒരാളെ കാണാനുണ്ട്, എന്നാൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് ആവി പറയുന്നു. എന്നിട്ട് ടാൻജിറോ ആവിയോട്, നിങ്ങൾക്കൊന്നും തോന്നില്ലെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്ന ഒരാളെ അയാൾ തനിച്ചല്ലാന്ന് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക? അതിന് ആവി പറയും, എനിക്കിതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷെ എന്റെ കാര്യം എടുത്താൽ എനിക്ക് ഒറ്റയ്ക്കിരിക്കുന്നതാണ് ഇഷ്ടം. നീ ഇപ്പോൾ അയാളെ കാണാൻ പോകുന്നുണ്ടോ? അതിന് ടാൻജിറോ അതേന്ന് പറയും. എന്നാലും ഇവിടെ നിൽക്ക്, ഞാൻ നിനക്ക് വേണ്ടി കുറച്ച് സാധനം എടുത്തിട്ട് വരാം. നീ ഒരാളെ തന്നെയല്ലേ കാണാൻ വേണ്ടി പോകുന്നത്? അതിന് ടാൻജിറോ വീണ്ടും അതേന്ന് പറയും. ഇപ്പോൾ ടാൻജിറോ അവന്റെ മനസ്സിൽ എഴുതിക്കും, എനിക്ക് തോന്നുന്നു മിസ്റ്റർ ഗീവിനോട് സംസാരിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. കുറച്ച് സമയത്തിന് ശേഷം ആവി കുറച്ച് ഭക്ഷണം എടുത്തിട്ട് തിരിച്ചു വരുന്നു. ടാൻജിറോ, ഈ ഒനിഗിരി നീ കാണാൻ പോകുന്ന ആളുടെ കൂടെ ഇരുന്ന് കഴിക്കണം. ഈ ഒരു സമയത്ത് ഭക്ഷണം ഇമ്പോർട്ടന്റ് ആണ്, നിന്റെ മൈൻഡിനും നിന്റെ ഹെൽത്തിനും വേണ്ടി. അങ്ങനെ ടാൻജിറോ ആവിയോട് നന്ദി പറഞ്ഞ് ആ ഭക്ഷണം എടുത്ത് അവിടെ നിന്ന് പോകുന്നു. ശേഷം ഗീവിന്റെ വീട്ടിലേക്ക് എത്തിയ ടാൻജിറോ, ഹലോ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഗീവു, ഇത് ഞാനാണ്, നിങ്ങൾ അകത്തുണ്ടോ? ഞാൻ ടാൻജിറോ ആണ്. ഹലോ, ഞാൻ അകത്തേക്ക് വരട്ടെ? എന്നാ ശരി, ഞാൻ അകത്തേക്ക് വരുവാണ്. ഇപ്പോൾ വീടിന്റെ അകത്തിരിക്കുന്ന ഗീവു, എന്ത്, അവൻ അകത്തേക്ക് വരുന്നോ? ഹേ ഇല്ല, എനിക്ക് ചിലപ്പോൾ തോന്നിയതാവും, എന്നാലും ഒന്ന് പുറത്തേക്ക് നോക്കിയേക്കാമെന്ന് പറഞ്ഞ് ഗീവു വാതിലിന്റെ അവിടേക്ക് നോക്കുമ്പോൾ വാതിൽ തുറന്നെടുക്കുന്നു. പെട്ടെന്ന് ടാൻജിറോ അകത്തേക്ക് തലയിട്ടു. അത് കാണുന്ന ഗീവു ഷോക്കായി. ശേഷം ടാൻജിറോ ഗീവിന്റെ അടുത്തിരുന്ന് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അങ്ങനെയാണ് അവിടെ നടന്നത്. അതിനുശേഷം എല്ലാവരും ഹാഷിര ട്രെയിനിങ്ങിന് പോയി. അത് കേട്ട് ഗീവു, അതെനിക്കറിയാം. ഓ, നിങ്ങളത് അറിഞ്ഞോ? അതെന്തായാലും നന്നായി. പിന്നെ ഒരു 7 ദിവസത്തിന് ശേഷം എനിക്ക് ട്രെയിനിങ്ങിന് പോകാൻ കഴിയും. അതുകൊണ്ട് ആദ്യം ഞാൻ നിങ്ങളുടെ കൂടെ ട്രെയിനിങ് ചെയ്യട്ടെ? പറ്റില്ല. പക്ഷെ എന്താണ് അതിന് കാരണം? എനിക്ക് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരു പൊടിക്ക് ദേഷ്യം മണക്കാൻ കഴിയുന്നുണ്ട്. ആ ദേഷ്യത്തിന് എന്താ കാരണം? എനിക്ക് ദേഷ്യമുണ്ട്, കാരണം നീ വാട്ടർ ബ്രീത്തിങ് മാസ്റ്റർ ചെയ്തില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നീ ഒരു വാട്ടർ ഹാഷിര ആവേണ്ടതായിരുന്നു. അതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. പണ്ട് മാസ്റ്റർ റോക്കോഡാക്കി എനിക്ക് പറഞ്ഞു തന്നത്, നമ്മുടെ ഇപ്പോഴുള്ള ബ്രീത്തിങ്ങിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ നമുക്ക് പുതിയ ബ്രീത്തിങ് സ്റ്റൈൽ ഉണ്ടാക്കാൻ കഴിയും. പ്രത്യേകിച്ച് വാട്ടർ ബ്രീത്തിങ് ബേസിക്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബ്രീത്തിങ് സ്റ്റൈലാണ്. അതുകൊണ്ട് പല പല ബ്രീത്തിങ് സ്റ്റൈലും അതിൽ നിന്നുണ്ടായതാണ്. ഞാൻ നിന്നോട് ഇതിനെപ്പറ്റിയല്ല പറയാൻ വന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു വാട്ടർ ഹാഷിരയും തൽക്കാലം ഡീമൺ സ്ലെയർ കോർപ്പിലില്ല. എത്രയും പെട്ടെന്ന് ഒരാൾ വാട്ടർ ഹാഷിര ആവണം എന്ന് ഗീവ് പറയുമ്പോൾ ടാൻജിറോ പറയും, പക്ഷെ നിങ്ങളല്ലേ വാട്ടർ ഹാഷിര? എന്താ അല്ലേ? ഞാൻ വാട്ടർ ഹാഷിരയല്ല, നിനക്ക് ഇവിടുന്ന് പോവാം എന്ന് പറഞ്ഞ് ഗീവ് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ടാൻജിറോയ്ക്ക് മാസ്റ്റർ ഉബുയാഷിക്ക് പറഞ്ഞ കാര്യം ഓർമ്മ വരും. നീ ഗീവിനോട് കാര്യങ്ങൾ സാവധാനം പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ ടാൻജിറോ വീണ്ടും ഗീവിന്റെ പുറകിലൂടെ ചെന്ന് ഒരു വാതിലിന്റെ അടുത്ത് പോയി നിൽക്കുന്നു. ഗീവു, നീ ഇവിടെ ഉണ്ടോ? ഞാൻ നിനക്ക് വേണ്ടി ഒനിഗിരി കൊണ്ടുവന്നിട്ടുണ്ട്. ആൾക്കാർ പറഞ്ഞു നിങ്ങളുടെ വയറ് നിറഞ്ഞാൽ നിങ്ങൾ ശാന്തനായിക്കോളുമെന്ന്, അതുകൊണ്ട് ഞാനിത് ഇവിടെ വെച്ചിട്ട് പോവുകയാണ്. അതിനുശേഷം രാത്രി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഗീവു കാണുന്നത് അവിടെ കിടന്നുറങ്ങുന്ന ടാൻജിറോയാണ്. പെട്ടെന്ന് ടാൻജിറോ എണീക്കുന്നു. ഓ ഗീവു, നിങ്ങൾ തിരിച്ചു വന്നോ? അതുപോലെ ഞാൻ തന്ന ഒനിഗിരി നിങ്ങൾ കഴിച്ചു അല്ലേ? എന്നാൽ അത് കേൾക്കുന്ന ഗീവു ഒന്നും പറയാതെ തിരിച്ചു പോകുന്നു. പക്ഷെ ടാൻജിറോ വിട്ടില്ല. അവന്റെ പുറകെ തന്നെ ഓടിച്ചെന്ന്, ഗീവു, ഇത് നിങ്ങളുടെ മിഷൻ ആണോ? എന്താ നിങ്ങൾ ഇതിലൂടെ
ഇവിടെ പെട്രോളിംഗ് ചെയ്യാണോ? എനിക്ക് തോന്നുന്നു ഇവിടെ ഡീമൺസ് ഒന്നും ഇല്ലാന്ന്. നോക്ക്, ഇവിടെ ഡീമൺസ് ഒന്നും ഇല്ല. അതൊരു നല്ല കാര്യമാണ്. എങ്കിൽ വരൂ, നമുക്ക് ട്രെയിനിങ് ചെയ്യാം എന്ന് പറഞ്ഞ ടാഞ്ചിരോ ഗിയുവിന്റെ പുറകെ തന്നെ പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം വീണ്ടും ടാഞ്ചിരോ ഗിയുവിന്റെ അടുത്തേക്ക് ചെന്ന്, ഗിയു ഒരു ട്രെയിനിങ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യേ, എന്നിട്ട് എന്നെ ട്രെയിനിങ് ചെയ്യിക്ക്. എല്ലാരും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, പ്ലീസ്. പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും ടാഞ്ചിരോ ഇതേ കാര്യം പറഞ്ഞ് ഗിയുവിനെ ടോർച്ചർ ചെയ്യും. അവൻ എവിടെ പോയാലും ടാഞ്ചിരോ ഗിയു ഗിയു എന്ന് വിളിച്ച് അവന്റെ പുറകെ തന്നെയുണ്ട്. ശേഷം ഗിയു ചിന്തിക്കും, ഞാൻ എവിടെ പോയാലും എന്റെ ജീവിതകാലം മുഴുവൻ ഇവൻ എന്റെ കൂടെ ഉണ്ടാവും. ഇനി ഞാൻ ചിലപ്പോൾ ഇവനോട് സംസാരിച്ചാൽ ഇവൻ എന്റെ കൂടെ വരുന്നത് നിർത്തുവോ എന്നിങ്ങനെ ചിന്തിക്കുന്ന ഗിയു അവന്റെ പുറകിലൂടെ വരുന്ന ടാഞ്ചിരോട് പറയും, സത്യം പറഞ്ഞാൽ ഞാൻ ഫൈനൽ സെലക്ഷന് പാസ്സായിട്ടില്ല. ഫൈനൽ സെലക്ഷൻ അതല്ലേ ആ മൗണ്ടനിൽ നടത്തിയ വിസ്തീരിയ പൂക്കളൊക്കെ ഉള്ള ആ സെലക്ഷൻ അല്ലേ? അതെ, ആ വർഷം എന്റെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു. അവന്റെ ഫാമിലിയെ ഡീമൺസ് കൊന്നതാണ് എന്റേതുപോലെ. അവന്റെ പേരാണ് സാബിറ്റോ. ആ വർഷം അവന്റെ കൂടെയായിരുന്നു എന്റെ സെലക്ഷൻ. ഒരു പീച്ച് കളർ മുടിയുള്ള പയ്യൻ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും 13 വയസ്സ്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സ് ആയി. കാരണം ഒരേ വയസ്സ്, അതുപോലെ കുടുംബം നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കായവർ. സാബിറ്റോ നല്ലൊരു പയ്യനായിരുന്നു. അവൻ ന്യായത്തിന്റെ ഒരു പ്രതിരൂപമാണ്. എന്നാൽ ആ വർഷത്തെ ഫൈനൽ സെലക്ഷന് സാബിറ്റോ മാത്രമായിരുന്നു മരിച്ചുപോയത്. അവൻ ഒറ്റയ്ക്ക് നിന്ന് അവിടെയുള്ള എല്ലാ ഡീമൺസിനെയും ഏറെക്കുറെ കൊന്നു. അവനെ കൂടാതെ അന്ന് എല്ലാവരും പാസ്സായി. ആദ്യത്തെ ഡീമണിന്റെ അറ്റാക്കിൽ എനിക്ക് ഇഞ്ചുറി ആയി, ഒരുപാട് ചോര പോയി. പക്ഷെ അപ്പോഴും സാബിറ്റോ വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി. അതേസമയത്ത് മറ്റൊരു കുട്ടി സഹായത്തിന് വേണ്ടി കരഞ്ഞു. അപ്പോൾ സാബിറ്റോ ബാക്കിയുള്ളവരുടെ കയ്യിൽ എന്നെ സഹായിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് അവൻ ആ ഡീമണിനെ കൊല്ലാൻ വേണ്ടി പോയി. അതിനുശേഷം എനിക്ക് ബോധം വന്ന സമയത്ത് ഫൈനൽ സെലക്ഷൻ അവസാനിച്ചിരുന്നു. നിനക്കറിയോ, ഒരു പയ്യൻ ഒരു ഡീമണിനെ പോലും കൊല്ലാതെ പാസ്സായി. അത് ഞാനാണ്. എനിക്ക് വാട്ടർ ഹാഷിരയാവാൻ ഒരു യോഗ്യതയുമില്ല. എനിക്കൊരിക്കലും മറ്റ് ഹാഷിരകളുടെ കൂടെ തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ കഴിയില്ല. അതിന് ഞാൻ അർഹിക്കുന്നില്ല. ഞാൻ ഒരിക്കലും അവരെ പോലെയല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഡീമൺ സ്ലെയർ കോർപ്പിൽ നിൽക്കാൻ പോലും ഒരു സ്ഥാനവുമില്ല. അതുകൊണ്ട് നീ മറ്റേതെങ്കിലും ഹാഷിരകളുടെ കൂടെ ട്രെയിൻ ചെയ്യുന്നതാവും നല്ലത്. എനിക്കൊരിക്കലും ആ ഡീമൺ സ്ലെയർ മാർക്ക് വരില്ല. എനിക്ക് പകരം ഇപ്പോൾ സാബിറ്റോ ആയിരുന്നെങ്കിൽ അവൻ ഉറപ്പായിട്ടും അത് വന്നേനെ. എന്നെ പറ്റി ആലോചിച്ച് നീ വെറുതെ നിന്റെ തല പുണ്ണാക്കണ്ട. അതുകൊണ്ട് നീ വെറുതെ നിന്റെ സമയം വേസ്റ്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഗിയു നടന്നു പോകുന്നു. എനിക്ക് നിങ്ങളെ മനസ്സിലാവും. നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ മരിച്ചുപോയാൽ അത് എത്രത്തോളം വേദന ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. അതുപോലെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അയാൾ നിങ്ങൾക്ക് പകരം ജീവിച്ചിരുന്നെങ്കിലെന്ന്. പ്രത്യേകിച്ച് അവർ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സമയത്താണ് മരിച്ചതെങ്കിൽ അപ്പോൾ നമുക്കുണ്ടാവുന്ന ഫീല് ഹൃദയം നുറുങ്ങുന്നതായിരിക്കും. സാബിറ്റോ അന്ന് എന്നെ മൗണ്ട് സാഗരിയിൽ വെച്ച് ട്രെയിൻ ചെയ്തു. അതൊരു നിഗൂഢമായിട്ടുള്ള ഒരു അനുഭവമാണ്. അവർ മരിച്ചു പോയിരുന്നു, പക്ഷെ എന്നിട്ടും അവരെന്നെ സഹായിച്ചു. സാബിറ്റോ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവന് ഗീവിന്റെ പ്രായമായിരിക്കും. അന്ന് ഫൈനൽ സെലക്ഷന് അവൻ എല്ലാവരെയും രക്ഷപ്പെടുത്തി. അവനിപ്പോൾ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു വലിയ സോഴ്സ്മാൻ ആയിരുന്നേനെ. ഇപ്പോൾ ഗീവ് ഇങ്ങനെ ചിന്തിക്കുന്നതിന് ഒരു കാരണമുണ്ട്. അത് സാബിറ്റോയ്ക്ക് പകരം അവൻ മരിച്ചു പോയിരുന്നെങ്കിൽ എന്നാണ്. ഈ ഒരു കാര്യം ഞാനും ചിന്തിച്ചിരുന്നു. അന്ന് റെങ്കോക്കു തന്റെ ജീവൻ കൊടുത്ത് എല്ലാവരെയും രക്ഷപ്പെടുത്തി. അദ്ദേഹത്തിന് നല്ലൊരു മനസ്സുണ്ട്. അതുപോലെ എല്ലാവരെക്കാളും അദ്ദേഹം സ്ട്രോങ് ആണ്. ഞാൻ ഇപ്പോഴും ചിന്തിക്കാറുണ്ട്, അന്ന് അദ്ദേഹത്തിന് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ഒരു ദിവസം മൂസാൻ കിബിറ്റ്സുജിയെ കൊന്നേനെ. പക്ഷെ ഇനോസ്കെ പറഞ്ഞത് റെങ്കോക്കുവിന് എന്റെ മേൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിശ്വാസം ഒരിക്കലും നീ കളയാൻ പാടില്ല. അതെ, അത് ശരിയാണ്. പക്ഷെ ഞാൻ ഗീവിനോട് ഇപ്പൊ എന്തു പറയും? നിങ്ങൾക്ക് ഇനി എത്ര സങ്കടമോ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അപമാനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ജീവനോടെ ഇരിക്കണം. ഇനി കാര്യങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും ഒരു ഹാഷിരയാവാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഒരുപാട് ട്രെയിനിങ് ചെയ്തിട്ടുണ്ടാവും. അത്രത്തോളം വേദനയുണ്ടായിട്ടും ഗിയു ഒരു ഹാഷിരയായി. എനിക്ക് നിങ്ങളോട് ഇത് പറയാൻ ഒരിക്കലും അർഹതയുണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു കാര്യം നിങ്ങളോട് എനിക്ക് തീർച്ചയായിട്ടും പറയണം. ഗിയു, അവിടെ നിൽക്ക്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അദ്ദേഹത്തിന് നിങ്ങളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം നിങ്ങളെ ഏൽപ്പിച്ച കാര്യം നിങ്ങൾ ചെയ്യില്ലേ എന്നിങ്ങനെ ടാഞ്ചിറോ പറയുന്നത് കേട്ട് പെട്ടെന്ന് ഗിയു ഷോക്കായി നിൽക്കും. എന്നിട്ട് അവന്റെ മുഖത്ത് അവൻ കൈവയ്ക്കുമ്പോൾ അവന് പഴയൊരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരും. അതിൽ സാബിറ്റോ അവന്റെ കാരണം നോക്കി ഒരു അടി കൊടുത്തിട്ട് പറയും, നീ ഒരിക്കൽ പോലും ഇനി നീ മരിക്കണമെന്ന് പറഞ്ഞു പോരുത്. അങ്ങനെ നീ ഇനി പറഞ്ഞ നമ്മൾ അന്ന് മുതൽ ഫ്രണ്ട്സ് അല്ല, അത് അവിടെ വെച്ച് കഴിയും. നിന്റെ പെങ്ങളുടെ കല്യാണത്തിന്റെ തലേ ദിവസമായിരുന്നുവെന്ന്. അന്ന് ഡീമണിന് പോലും വിട്ടുകൊടുക്കാതെ അവൾ നിന്നെ മറച്ചു വെച്ചു. അവൾ നിന്നെ രക്ഷപ്പെടുത്തി. അത് അവളുടെ തീരുമാനമായിരുന്നു. അന്നത്തെ ആ റിസ്ക് അത് എത്രത്തോളം ആയിരുന്നു എന്ന് അവൾക്കറിയാം. അതുകൊണ്ട് അവളുടെ മരണത്തെ നീ അപമാനിക്കരുത്. അവള് ത്യാഗം ചെയ്ത് നിന്റെ ജീവൻ അവൾ രക്ഷപ്പെടുത്തിയത് നിനക്ക് ജീവിക്കാൻ വേണ്ടിയാണ്, നിന്റെ ഭാവിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ആ ജീവൻ നീ നിലനിർത്തണം. ഇതൊക്കെ ആലോചിച്ചെടുക്കുന്ന ഗിയു അവന്റെ ആ ഒരു അടിയുടെ വേദന അതെനിക്ക് ഇപ്പോഴും അറിയാൻ കഴിയുന്നുണ്ട്. അത് ഞാൻ എങ്ങനെ മറന്നുപോയി? ഞാൻ സാബിറ്റോയ്ക്ക് കൊടുത്ത വാക്ക് അത് നീ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തത് കൊണ്ടാണോ ഞാൻ മറന്നുപോയത്? ഇല്ല, അത് ഞാൻ ഓർക്കില്ല. അത് ഓർത്തെടുത്താൽ ഞാൻ കരഞ്ഞു പോകും. അത് ഓർത്താൽ ഞാൻ വീണ്ടും സങ്കടത്തിലാവും. എനിക്ക് ഒരു കാര്യവും പിന്നെ ചെയ്യാൻ കഴിയില്ല. ചുത്താക്കോ, സാബിറ്റോ, എന്നോട് ക്ഷമിക്കണം. ഞാനൊരു പക്വത ഇല്ലാത്തവനാണ്. ഇപ്പൊ ഇതൊക്കെ കണ്ട് പുറകിൽ നിൽക്കുന്ന ടാഞ്ചിറോ എന്തോ പ്രശ്നമായിട്ടുണ്ട്. അദ്ദേഹം അനങ്ങുന്നില്ലല്ലോ. ഞാൻ എന്താ ചെയ്തേ? ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തോ? കണ്ടാലറിയാം ഗിയു നല്ല ഡിപ്രഷനിലാണ്. ഞാൻ എന്ത് ചെയ്യും? ഓ, എനിക്ക് ഓർമ്മ വന്നു. ഒരു ഈറ്റിംഗ് കോമ്പറ്റീഷനെ പറ്റി ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞാലോ? ചിലപ്പോൾ ഞാൻ അതിൽ ജയിച്ചാൽ അദ്ദേഹം എന്നെ ട്രെയിനിങ്ങിന് കൊണ്ടുപോകുമായിരിക്കും. ഓ, എന്തൊരു ഗ്രേറ്റ് ആയിട്ടുള്ള ഐഡിയ ആണ് എന്റെ എന്നിങ്ങനെയൊക്കെ ടാഞ്ചിറോ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ഗിയു തിരിഞ്ഞിട്ട് ടാഞ്ചിറോയോട് പറയും, ടാഞ്ചിറോ, ഞാൻ നിന്നോട് മറുപടി പറയാൻ വൈകി, അതുകൊണ്ട് ക്ഷമിക്കണം. പക്ഷെ ഗിയുവിനെ മുഴുവൻ പറഞ്ഞു തീർക്കാൻ സമ്മതിക്കാതെ ടാഞ്ചിറോ പറയും, നമുക്കൊരു സോബ ഈറ്റിംഗ് കോൺടെസ്റ്റിന് പോയാലോ? എങ്ങനെയുണ്ടാവും? അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ രണ്ടുപേരും ഈറ്റിംഗ് കോൺടെസ്റ്റിലായിരിക്കും. അതിനുശേഷം ഗിയു ടാഞ്ചിറോയോട് പറയും, കോച്ചോ എന്നോട് ആശ്ര ട്രെയിനിങ്ങിനെ പറ്റി യാതൊരു കാര്യവും പറഞ്ഞില്ല. എന്താ, നിന്നോട് അവള് വല്ലതും പറഞ്ഞോ? ലേഡി ഷിനോബു എന്നോടും വലുതായിട്ടൊന്നും പറഞ്ഞില്ല. എങ്ങനെയുള്ള ട്രെയിനിങ് ആണ് ചെയ്യാൻ പോകുന്നതെന്നും അറിയില്ല എന്ന് ടാഞ്ചിറോ പറയുന്നു. അതിനുശേഷം കാണിക്കുന്നത് ലേഡി ഷിനോബുവിനെയാണ്. എനിക്ക് സമാധാനം വേണം, എനിക്ക് സമാധാനം വേണം ചേച്ചി, എനിക്ക് സമാധാനം കിട്ടാൻ എന്നെ സഹായിക്കുമോ? പക്വതയില്ലാതെ എന്നെ പോലെയുള്ളവർക്ക് മാത്രമേ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത്. അതിനുശേഷം
അവിടേക്ക് കാനോ വരുന്നു. മാസ്റ്റർ, ഞാൻ എന്റെ മിഷൻ തീർത്ത് തിരിച്ചു വന്നു. ഇതിനുശേഷം ഞാൻ വീണ്ടും ഹാഷിരയുടെ കൂടെയാണ് ട്രെയിനിങ് ചെയ്യുന്നത്. ഞാൻ സ്റ്റോൺ ഹാഷിരയുടെ കൂടെ ട്രെയിനിങ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കൂടെ ഒന്ന് ട്രെയിനിങ് ചെയ്താലോ? അതിന് ഷിനോബു പറയും, ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഹാഷിര ട്രെയിനിങ് ചെയ്യുന്നില്ല. മാസ്റ്റർ, അതെന്താ എന്ന് കാനോ ചോദിക്കുമ്പോൾ ഷിനോബു അവളുടെ അടുത്തേക്ക് കാനോയെ വിളിക്കും. അപ്പോൾ കാനോ പറയും, മാസ്റ്റർ, എനിക്ക് നിങ്ങളുടെ കൂടെ ട്രെയിനിങ് ചെയ്യണം. അത് കണ്ട് ഷിനോബു, കാനോ, നിനക്കിപ്പോ നല്ലതുപോലെ എക്സ്പ്രഷൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ, ഇതൊരു നല്ല കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും ആ ശരിയായ സമയം. ഞാൻ നിനക്ക് ആ ഡീമണെ പറ്റിയുള്ള കാര്യം പറഞ്ഞു തരാം. അതാണ് എന്റെ ചേച്ചി കനായെ കൊന്നത്. ഇതിന്റെ കൂടെ ആ ഡീമണെ എങ്ങനെയാണ് കൊല്ലേണ്ടതെന്നും ഞാൻ പറഞ്ഞു തരാം എന്ന് ഷിനോബു പറയുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. സോ ഞാൻ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു ക്വസ്റ്റിനെ പറ്റി ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഇതാണ്: എന്തിനാണ് സാബിറ്റോ ഗീവിനെ തല്ലിയത്? കറക്റ്റ് ആൻസർ പറയുന്നവരെയും നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്ന് 4 പേരെ തിരഞ്ഞെടുത്ത് അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.